ഹലോ ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മളെ മോഡൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ. എന്താണ്, കുറേ ക്വസ്റ്റ്യൻ ബോർഡ് കൊടുത്തിട്ട് പാരാഗ്രാഫ് ഒന്ന് ചോദ്യം ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പോൾ അതിൽ ചില ആൾക്ക് പരിചയമില്ലാത്തപ്പോൾ ഇല അതിനൊക്കെ പോലത്തെ വാക്ക് വന്നപ്പോൾ ചിലരൊക്കെ ഒന്ന് കൺഫ്യൂഷൻ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ ബോർഡ് തന്നെയാണ്. ഇഖ്റ വായിക്കുക, ഫിക്റത്ത് പാരാഗ്രാഫ്, അൻഷ് നിർമ്മിക്കുക. അൻഷ് എന്ന് പറഞ്ഞാൽ നിർമ്മിക്കുക കേട്ടോ. അസ്ഇലത്ത് ചോദ്യങ്ങൾ, എണ്ണത്തിലാണ് 4 ചോദ്യങ്ങൾ. ഇങ്ങോട്ട് 4 ചോദ്യം ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ 5 പോയിന്റ് എടുത്തപ്പോൾ 4 ചോദ്യം ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിവിടെ എപ്പോഴും സുഖമാണ്. നമ്മൾ ഈ പാരാഗ്രാഫ് എപ്പോഴും നല്ലപോലെ വായിച്ചു നോക്കണം. ഇത് കുറച്ച് ഈസിയാണ്, കാരണം ഇവിടെ ജനിച്ച വർഷമൊക്കെ വന്നുകൊണ്ട് വളരെ സുഖമായിട്ട് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. മൻ അല്ലേ. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മൻ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. മന്ന് ഹുവ, ആരാണ് അല്ലേ. ഇവിടെ ആളെ പേരെന്തെന്നുണ്ടല്ലോ അല്ലേ. മൻ ഹുവ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ അല്ലേ. മൻ ഹുവ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ക്വസ്റ്റ്യനായി എന്ന് വെച്ചാൽ ഇവിടെ പേര് എഴുതുക എന്നുള്ളതാണ് അതിനർത്ഥം. മൻ ഹുവ ജുബ്രാൻ ഖലീൽ ജുബ്രാൻ, ജുബ്രാൻ ഖലീൽ ജുബ്രാൻ ആരായിരുന്നു അല്ല ആരാണ് അല്ലേ. അപ്പോൾ ഷാഇർ ലുബ്നാനിയാണെന്ന് തന്നെ ആൻസർ കിട്ടും. ഓക്കെ, ആൻസർ നമ്മൾ ഉണ്ടാക്കണ്ട. അപ്പോൾ മൻ ഒരാളെ പേരുണ്ടെങ്കിൽ മൻ ഹുവ എന്ന് പറഞ്ഞിട്ട് അയാളെ പേരെടുത്ത് എഴുതിയ ക്വസ്റ്റ്യനായി. ഇനി നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മത്ത വെച്ചിട്ടാണ് അല്ലേ. അപ്പോൾ നമ്മളെപ്പോഴും പറയും ഒരാൾ ജനിച്ച വർഷയിലുണ്ടെങ്കിൽ നമുക്ക് മത്ത വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്താണ് മത്താ ഗുലിദ, എപ്പോഴാണ് ജനിച്ചത് ആര്. മത്താ ഗുലിദ ജുബ്രാൻ, ജുബ്രാൻ എപ്പോഴാണ് ജനിച്ചത് ക്വസ്റ്റ്യനായി ഉണ്ടോ. ഓക്കെ, ഇനി ഐന, ഒരാൾ ജനിച്ച സ്ഥലം അതിൽ പറയുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഐന വെച്ചിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. എന്താണ് ഐന, എവിടെയാണ്. ഐന ഗുലിദ, എവിടെയാണ് ജനിച്ചത്. ജുബ്രാൻ, ഞാൻ ജുബ്രാൻ എഴുതുന്നത് ജുബ്രാൻ, നിങ്ങൾ ഇവിടെ ഉള്ള ആളെ പേര് നിങ്ങൾ കൊടുക്കുക കേട്ടോ. ഐന ഗുലിദ ജുബ്രാൻ, ജുബ്രാൻ എവിടെയാണ് ജനിച്ചത്. ക്വസ്റ്റ്യൻ 3 എണ്ണമായിട്ട് 4 ക്വസ്റ്റ്യനിലും 3 ക്വസ്റ്റ്യനായി. 21ാമത്തെ ക്വസ്റ്റ്യനാണ് 4 മാർക്കിന് ചോദ്യം. ഈസിയായി 4 മാർക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇനി ഇവിടെ ഇല ഐന വന്നിട്ടുണ്ട് അല്ലേ. ഇല ഐന എപ്പോഴും ഇല എന്ന് നമുക്കറിയാം ടു ലേക്ക്, അതിലേക്ക് എന്നാണ് നമുക്കറിയാം. അപ്പോൾ ഇല ഐന എവിടേക്ക് എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇല ഐന വെച്ച് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ എന്ത് വേണം, അവിടെ ഇല വെച്ചൊരു സെൻറ്റൻസ് പറയണം. അതിൽ നിന്നാണ് ചോദ്യം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ കൂടെ കിട്ടുള്ളൂ ഇല ന്യൂയോർക്ക്, ഇല ന്യൂയോർക്ക്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ചോദ്യം എന്ത് ചെയ്താൽ മതി, ഉണ്ടാക്കുമ്പോൾ അതിൽ ഉത്തരം കിട്ടേണ്ട ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. അപ്പോൾ ഇതിൽ നിന്ന് ഉത്തരം കിട്ടില്ല. ഇല ന്യൂയോർക്ക് ന്യൂയോർക്ക് അല്ലേ. അപ്പോൾ അത് കട്ട് ചെയ്യുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇല ഐന എവിടേക്കാണ്. ഇല ഐന ഹാജറ, അദ്ദേഹം യാത്ര പോയത്. ഇല ഐന പാലായനം ചെയ്ത് അതിനെ ഹാജറ. ഇനി ആളെ പേരെടുത്ത് ചെയ്താൽ ഇല ഐന ഹാജറ ജുബ്രാൻ, ആളെ പേര് കൊടുക്കുക. ഇത് ആരെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് ആണ്, ജുബ്രാനെ കുറിച്ച് പറഞ്ഞ സെൻറ്റൻസ് അല്ലേ. ക്വസ്റ്റ്യനായി ഇല ഐന ഹാജറ ജുബ്രാൻ, ജുബ്രാൻ എങ്ങോട്ടാണ് പോയത്. ഓക്കെ, അപ്പോൾ ഈ ഇല വെച്ചുകാണ്ട് ഒരു ക്വസ്റ്റ്യൻ പറയുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇല ഐന വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. ഒരു സ്ഥലത്തേക്ക് എന്നല്ല പറയാം. ഓക്കെ, ഇനി ഇവിടെ മാ ക്വസ്റ്റ്യൻ ആവശ്യമില്ല. ഇവിടെ ഒരാളെ രാജ്യം പറയുന്നുണ്ടെങ്കിൽ അയാളെ രാജ്യം പറഞ്ഞാൽ നല്ല സുഖമാണ്. എന്ത് മാ, എന്താണ് മാ ജിൻസിയത്ത്, എന്താണ് മാ ജിൻസിയത്ത് എന്ന് പറഞ്ഞ രാജ്യം. അയാൾ മാ ജിൻസിയത്തു, എന്താണ് ഏതാ രാജ്യം, അയാളെ പേര്. ഇവിടെ പേരേതാ ജുബ്രാൻ, ജുബ്രാൻ്റെ ജിൻസിയത്ത് രാജ്യം ഏതാണ് ലുബ്നാനാണ് അല്ലേ. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഏതൊരാളുടെ പേരുണ്ടോ മൻ വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഒരാളെ കുറിച്ചിട്ട് ജനിച്ച വർഷം പറയുന്നുണ്ടോ മത്ത വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. മരിച്ച വർഷം പറയുന്നുണ്ടെങ്കിലും അത് മത്ത തൂഫിയ എന്ന് പറയാം, വലിയ തൂഫിയ എന്ന് പറയാം. ഇനിയോ പിന്നെ ഐന വെച്ച് സ്ഥലം പറയണമെങ്കിൽ ഐന വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. ഇവിടെ ഐന തൂഫിയ എന്ന് ചോദിക്കാം കേട്ടോ. ഇവിടെ മരിച്ചതിനെ കുറിച്ചും പറയുന്നുണ്ട്. ഇനിയോ ഇല ഐന വെച്ച് ക്വസ്റ്റ്യൻ ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, ഇല എന്ന് പറഞ്ഞാണ്ട് സ്ഥലത്തേക്ക് പറഞ്ഞ സെൻറ്റൻസ് ഉണ്ടെങ്കിൽ ആ സെൻറ്റൻസിൽ നിന്ന് ആ സ്ഥലം ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഭാഗത്തിന് തുടക്കത്തിൽ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ കൊടുത്താൽ മതി. ഇനിയോ ഒരാളെ രാജ്യം വരണമെങ്കിൽ മാ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. മാ ജിൻസിയത്തു ജുബ്രാൻ, ജുബ്രാൻ്റെ രാജ്യം ഏതാണ്. ഓക്കെ, ഈ രീതിയിലായിരുന്നു നിങ്ങൾ ഇതിന് ആൻസർ ചെയ്തെങ്കിൽ ഫുൾ മാർക്ക് കിട്ടുമായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഇതേപോലെ പബ്ലിക് എക്സാമിന് നമ്മൾ ആൻസർ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. അസ്സലാമു അലൈക്കും.